ഇസ്രായേൽ ജനതയുടെ സംരക്ഷണത്തിനായി ആദ്യകാലം മുതൽ പിതാവാം ദൈവം വിഭാവനം ചെയ്ത രക്ഷണ്യ പദ്ധതിയുടെ തുടർച്ചയായിട്ടാണ് യേശു ക്രിസ്തുവും 12 ശ്ലീഹന്മാരെ തെരഞ്ഞെടുത്ത് സുവിശേഷ ദൗത്യം ഭരമേൽപ്പിക്കുന്നത്. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവേൻ. വിശുദ്ധ മത്തായി 10:5-6 വാക്യങ്ങൾ. കാണാതെ പോയ ആടുകളെ തേടി തന്നെയാകണം ശ്ലീഹന്മാരുടെ മിഷണറി യാത്രകൾ നടന്നിട്ടുണ്ടാവുക. സ്വർഗാരോഹണത്തിന് ശേഷം ആദിമസഭയുടെ അടിസ്ഥാന നിയോഗങ്ങളിൽ ഈ രക്ഷണ്യ പദ്ധതിക്ക് കാതലായ ചില മാറ്റങ്ങൾ ദൃശ്യമായി. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റങ്ങളോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തികൾ 1-8 വാക്യം. സ്വർഗാരോഹണത്തിന് തൊട്ടുമുമ്പ് ശിഷ്യന്മാരെ സുവിശേഷ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് ഉദ്ധിതനായ ക്രിസ്തു പറഞ്ഞ ഈ വചസ്സുകൾ ലോക സുവിശേഷീകരണത്തിന്റെ അടിസ്ഥാന പ്രമാണമായി കണക്കാക്കാം. ക്രൈസ്തവ സഭയെ പീഡിപ്പിച്ച് അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച യഹൂദ മതത്തിൽ തീക്ഷ്ണമായി നിലകൊണ്ടിരുന്ന ശൗൽ പൗലോസായി മാറിയപ്പോൾ ദൈവസ്നേഹത്തിന്റെ അതിരുകളില്ലാത്ത വാതായനങ്ങൾ തുറക്കപ്പെട്ടത് ലോകം കണ്ടു. പൗലോസിനെ സ്നാനപ്പെടുത്തുവാൻ നിയോഗിക്കപ്പെട്ട അനന്യാസിനോട് കർത്താവ് പറഞ്ഞത്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 9-15 വാക്യം. സുവിശേഷം സകല മാനവർക്കുമായി വാഗ്ദാനം ചെയ്ത് തന്റെ ശ്ലീഹന്മാരെ അതിന് നിയോഗിച്ചിട്ടാണ് യേശു തമ്പുരാന്റെ സ്വർഗാരോഹണം സംഭവിക്കുന്നത്. കർത്തൃ കൽപ്പന പ്രകാരം ശിഷ്യന്മാർ വിവിധ ദേശങ്ങളിലേക്ക് ക്രിസ്തുവിനെ സുവിശേഷിക്കുവാൻ യാത്ര തിരിച്ചു. തങ്ങൾ പോകേണ്ടതായ സ്ഥലങ്ങൾ അവർ നറുക്കിട്ടെടുത്തുവെന്ന് അപ്പോക്രീഫ പുസ്തകമായ തോമസിന്റെ നടപടികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തോമാസ് ശ്ലീഹായ്ക്ക് ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കുവാൻ നിയോഗം ലഭിച്ചു. ആ നിയോഗം ആദ്യം സ്വീകരിക്കുവാൻ അദ്ദേഹം വൈമനസ്യം കാണിച്ചുവെന്നും പിന്നീട് സാക്ഷാൽ യേശു തമ്പുരാൻ തന്നെ തോമസിന് പ്രത്യക്ഷനായി ഇന്ത്യയിലേക്ക് പോകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തുവെന്നും ആക്ടാ തോമ ഉൾപ്പെടെയുള്ള അപ്പോക്രീഫൽ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായനായ താൻ ഇന്ത്യയിലെ ജനതയോട് എങ്ങനെ സംവദിക്കുമെന്ന ആകുലതയാണ് തോമാസ് ശ്ലീഹായെ ഭരിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. ബഥാനിയിലെ ലാസറിന്റെ മരണത്തെ തുടർന്ന് അവിടം സന്ദർശിക്കുവാൻ ആഗ്രഹിച്ച യേശുവിന്റെ തീരുമാനത്തിൽ മാനുഷികമായ ഭയാശങ്കകളാൽ മറ്റ് ശിഷ്യർ മടിച്ചു നിന്നപ്പോൾ ദിദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. വിശുദ്ധ യോഹന്നാൻ 11:16. ഇങ്ങനെയുള്ള തോമസ് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നുവെന്ന് ചിന്തിക്കുക പ്രയാസമാണ്. എന്തു തന്നെയായാലും മാർത്തോമായുടെ ഇന്ത്യൻ നാട്ടിലെ സുവിശേഷീകരണത്തിനുള്ള തെളിവുകളാണ് ഈ രേഖകൾ. അരാമ്യ ഭാഷയിൽ തൗമ എന്ന പദത്തിന് ഇരട്ട എന്നാണ് അർത്ഥം. തൗമയിൽ നിന്നുമാണ് തോമ എന്ന നാമം രൂപപ്പെടുന്നത്. തോമസിന് ദിദിമോസ് എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു. ഇരട്ട എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് ഭാഷയിലെ പദമാണിത്. വിവിധ രേഖകളിൽ ജൂദാസ് തോമസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതും മാർത്തോമാ ശ്ലീഹയെക്കുറിച്ച് തന്നെയാണ്. AD 1-ാം നൂറ്റാണ്ടിൽ ഗലീലയിലായിരുന്നു തോമസിന്റെ ജനനം. അദ്ദേഹം യഹൂദ ഗോത്രക്കാരനായിരുന്നു എന്ന് ചിലരും ഇസാഖാർ ഗോത്രക്കാരനായിരുന്നു എന്ന് മറ്റു ചിലരും അഭിപ്രായപ്പെടുന്നുണ്ട്. തന്റെ സഹോദരനോട് കൂടി തോമസ് ഇരട്ട പിറന്നതാണെന്നും ആ സഹോദരന്റെ പേര് ആദായി ആണെന്നും കരുതപ്പെടുന്നു. AD 28-ലാണ് മറ്റ് ശിഷ്യന്മാരോടൊപ്പം മാർത്തോമായും ശ്ലീഹ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 7-ാമനായും വിശുദ്ധ മർക്കോസിന്റെയും വിശുദ്ധ ലൂക്കോസിന്റെയും സുവിശേഷങ്ങളിൽ 8-ാമതായും അപ്പോസ്തല പ്രവൃത്തികളിൽ 6-ാമതായും മാർത്തോമയുടെ പേര് കാണുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ചില പ്രധാന സന്ദർഭങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് ശഠിച്ച ശ്ലീഹായിക്ക് യേശു പ്രത്യക്ഷനായി. തന്റെ വിലാവും കൈകളും തൊട്ട് വിശ്വസിക്കുവാൻ അവസരം നൽകുന്നത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രൈസ്തവ സഭയുടെ എക്കാലത്തെയും ദൈവസാക്ഷാത്കാരത്തിലൂടെയുള്ള ഏറ്റുപറച്ചിൽ മാർത്തോമ നടത്തുന്നത് ഈ ഭാഗത്താണ്. എന്റെ കർത്താവും എന്റെ ദൈവവുമേ. ഈ ഏറ്റുപറച്ചിലൂടെ മാർത്തോമ കൈവരിച്ച ആത്മീയ ഊർജ്ജമാണ് തന്റെ സുവിശേഷീകരണത്തിന്റെ സമസ്ത ഘട്ടങ്ങളിലും അദ്ദേഹത്തെ സഹായിച്ചത്. പരിശുദ്ധാത്മാവിന്റെ നൽവരം പ്രാപിച്ച ശേഷം അദ്ദേഹം ആദ്യം പലസ്തീന നാടുകളിൽ സുവിശേഷിച്ചു. പിന്നീട് പൗരസ്ത്യ ദേശത്ത് മാദായക്കാർ, പേർഷ്യക്കാർ, പാർത്യക്കാർ എന്നീ വർഗക്കാരോട് സുവിശേഷം അറിയിച്ചു. യേശുവിന് കാഴ്ചകൾ സമർപ്പിച്ച മഗൂശന്മാരെ അഥവാ കിഴക്കുനിന്നും വന്ന വിദ്വാൻമാരെ മാർത്തോമ പേർഷ്യയിൽ വെച്ച് കണ്ടുവെന്നും അവരോട് ക്രിസ്തുവിനെ സുവിശേഷിക്കുകയും അവർ സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തുവെന്നും പറയപ്പെടുന്നു. പിന്നീട് ഇവർ മാർത്തോമായുടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏറെ സഹായിച്ചുവെന്നുമാണ് ചരിത്രം. ഇന്ത്യയിലെ രാജാവായ ഗോണ്ടഫോറസിന് കൊട്ടാരം പണിയുവാൻ ശില്പയെ തേടി ഹാബാൻ എന്ന മന്ത്രി എത്തിയപ്പോൾ
യേശു ഒരു കച്ചവടക്കാരന്റെ വേഷത്തിൽ പ്രത്യക്ഷനായി തന്റെ അധീനതയിൽ തോമസ് എന്നൊരു അടിമയുണ്ടെന്നും അയാൾ ശ്രേഷ്ഠനായ ശില്പിയാണെന്നും അറിയിച്ചു. അങ്ങനെ തോമസിനെ ഹാബാന് വിറ്റു. ഹാബാനോടൊപ്പമാണ് മാർത്തോമാ ശ്ലീഹ ഗോണ്ടഫോറസിന്റെ രാജ്യത്തിലേക്ക് യാത്ര തിരിച്ചത്. പാർഥ്യദേശവും ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളും ചേർന്നതായിരുന്നു ഗോണ്ടഫോറസിന്റെ രാജ്യമെന്ന് ചരിത്രകാരന്മാർ കരുതുന്നു. ഇന്നത്തെ പഞ്ചാബിൽ നിന്നും പാകിസ്ഥാനിലെ ചില സ്ഥലങ്ങളിൽ നിന്നുമായിരുന്നു ഗോണ്ടഫോറസിന്റേതെന്ന് കരുതപ്പെടുന്ന നാണയങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. കൊട്ടാരം പണി ഏറ്റെടുത്ത തോമാ ശ്ലീഹ രാജാവ് നൽകിയ പണം പാവങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയും ദൈവവചനം പ്രഘോഷിക്കുകയും ചെയ്തു. കാര്യങ്ങൾ അറിഞ്ഞ രാജാവ് ഹാബാനെയും തോമാ ശ്ലീഹയെയും തുറങ്കലിലടിച്ചു. മരണപ്പെട്ട രാജാവിന്റെ സഹോദരൻ സ്വർഗത്തിൽ ഗോണ്ടഫോറസിനായി മാർത്തോമാ ശ്ലീഹ പണികഴിപ്പിച്ച കൊട്ടാരം കണ്ട് വിവരം രാജാവിനെ ധരിപ്പിക്കാൻ പ്രത്യേക അനുമതിയോടെ ഭൂമിയിൽ വന്നു എന്നും രാജാവ് കാര്യങ്ങൾ മനസ്സിലാക്കി തോമാ ശ്ലീഹായെ വിട്ടയക്കുകയും ചെയ്തു എന്ന് ബാർ എബ്രായ എഴുതിയ സഭാചരിത്രത്തിലും ആക്ടാ തോമയിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. തോമാ ശ്ലീഹയുടെ ജീവിതത്തിലെ മറ്റൊരു സംഭവം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. ദൈവമാതാവ് നിദ്ര പ്രാപിച്ച വിവരം അറിഞ്ഞ തോമാ ശ്ലീഹ തദവസരത്തിൽ സന്നിഹിതനാകാൻ കഴിയാത്തതിൽ ഏറെ വ്യസനിച്ചു. അത്ഭുതകരമായ ഒരു മേഘം തോമാ ശ്ലീഹായെ വഹിച്ച് യെരുശലേമിൽ എത്തിച്ചു. അപ്പോൾ മാതാവിന്റെ ഭൗതിക ശരീരം സ്വർഗത്തിലേക്ക് മാലാഖമാർ വഹിച്ചുകൊണ്ടു പോകുന്നതാണ് കണ്ടത്. ഏറെ വേദനയോടെ മാതാവിനെ വിളിച്ച തോമാ ശ്ലീഹായ്ക്ക് തന്റെ അരയിൽ കെട്ടിയിരുന്ന റുമാൽ ആകാശത്ത് നിന്ന് താഴേക്കിട്ട് കൊടുത്തുവെന്നൊരു പാരമ്പര്യം നിലനിൽക്കുന്നുണ്ട്. മറ്റു ശ്ലീഹന്മാരിൽ നിന്നും വ്യത്യസ്തമായി യേശുവിന്റെ ഉയർപ്പിന് ശേഷവും മാതാവിന്റെ സ്വർഗാരോഹണ വേളയിലും തോമാ ശ്ലീഹായ്ക്ക് വ്യക്തിപരമായ ദിവ്യാനുഭവങ്ങൾ പ്രാപിക്കുവാൻ കഴിഞ്ഞത് ഭാഗ്യകരമായ സംഗതിയാണ്. AD 52 ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള മലയാളക്കരയിലെ മുസരീസിൽ മാർത്തോമാ ശ്ലീഹ വന്നിറങ്ങി. ഇന്ത്യയിലേക്കുള്ള രണ്ടാം വരവായിരുന്നു അത്. അന്ന് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും വണിക്കുകൾ കച്ചവടത്തിനായി എത്തുക പതിവായിരുന്നു. അവിടെ വന്ന യഹൂദരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. യഹൂദരെയും തദ്ദേശീയരായ ബ്രാഹ്മണന്മാരെയും ക്രിസ്തുമാർഗത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിവിധ ദിക്കുകളിലായി മാർത്തോമാ ശ്ലീഹ 7 പള്ളികൾ സ്ഥാപിച്ചു. മാല്യങ്കര, പാലയൂർ, കോക്കമംഗലം, കോട്ടക്കാവ്, നിരണം, കൊല്ലം, നിലയ്ക്കൽ എന്നിവയാണ് 7 പള്ളികൾ. ഇന്നത്തെ കന്യാകുമാരിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവിതാംകൂട് പള്ളിയാണ് അരപ്പള്ളിയായി അറിയപ്പെടുന്നത്. പള്ളികൾ സ്ഥാപിച്ച ശേഷം ശങ്കരപുരി, പകലോമറ്റം, കള്ളി, കാളിയാങ്കൽ എന്നീ ക്രിസ്തുമാർഗം സ്വീകരിച്ച 4 ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്നും സ്ഥാനം നൽകി പട്ടക്കാരെ ഏർപ്പെടുത്തി. ആദ്യ സഭയിലെ അർക്കദിയോക്കന്മാർ, മാർത്തോമാ മെത്രാൻമാർ എന്നിവർ പകലോമറ്റം കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു. മാർത്തോമ 8-ാമന് ശേഷമാണ് ആ പതിവ് മലങ്കരയിൽ നിന്നും അപ്രത്യക്ഷമായത്. കേരളത്തിലെ സുവിശേഷ ഘോഷണത്തിനു ശേഷം വടക്കേ ഇന്ത്യയിലും ചൈനയിലും തോമാ ശ്ലീഹ പോയതായി പറയപ്പെടുന്നു. അവിടെ നിന്ന് തിരികെ എത്തി തമിഴ്നാട്ടിൽ ദൈവവചനം പ്രസംഗിച്ചു. മതതീവ്രവാദികളായ ചിലർ മാർത്തോമയുടെ പ്രവൃത്തികളിൽ കോപിഷ്ഠരായി. അവർ അദ്ദേഹത്തെ മൈലാപ്പൂരിൽ വെച്ച് തൊലിയുരിഞ്ഞ് ശൂലം കൊണ്ട് കുത്തി വധിക്കാൻ ശ്രമിച്ചു. AD 72 ഡിസംബർ 18-നായിരുന്നു ആ സംഭവം. 3 ദിവസത്തിനു ശേഷം ഡിസംബർ 21-ന് കർത്തൃശിഷ്യനായ മാർത്തോമ ഗുരുസവിധത്തിലേക്ക് യാത്രയായി. റോമ സാമ്രാജ്യത്തിന് പുറത്ത് സുവിശേഷം പ്രചരിപ്പിച്ച ഏക അപ്പോസ്തലനായ മാർത്തോമ ക്രിസ്തുവിനു വേണ്ടി മലങ്കരയിൽ ചെറിയ അജഗണത്തെ രൂപപ്പെടുത്തിയിട്ട് തലമുറകൾക്ക് പൈതൃകം കൈമാറിയിട്ട് യാത്രയായി. മൈലാപ്പൂരിൽ തന്നെ തോമാ ശ്ലീഹായുടെ ഭൗതിക ശരീരം കബറടക്കപ്പെട്ടു. അവിടെയാണ് പ്രസിദ്ധമായ സെയിന്തോം ദേവാലയം ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ മതപീഡനത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുവാൻ ഭാരതസഭയ്ക്കായില്ല. AD 394 ജൂലൈ 3-ന് തിരുശേഷിപ്പുകൾ മെസപ്പൊത്താമയിലെ എഡേസ അഥവാ ഉറഹായിലേക്ക് മാറ്റപ്പെട്ടു. അവിടെ നിന്നും പിന്നീട് ഇറ്റലിയിലേക്കും തിരുശേഷിപ്പുകൾ മാറ്റി സ്ഥാപിക്കപ്പെട്ടു. ഈ സ്മരണാർത്ഥമാണ് ജൂലൈ 3 സെന്റ് തോമസ് ഡേ ആയി ആചരിക്കുന്നത്. പക്ഷേ ഭാരത ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ 3 തിരുശേഷിപ്പുകൾ കൈമോശം വന്ന ദിനമാണ്. സഭ വിശുദ്ധന്മാരെ അവരുടെ നിര്യാണ ദിനത്തിൽ സ്മരിക്കുന്ന പാരമ്പര്യമാണ് പിന്തുടരുന്നത്. അതുകൊണ്ട് ഡിസംബർ 21 തന്നെയാണ് മാർത്തോമാ ശ്ലീഹായെ സ്മരിക്കുവാനുള്ള അനുയോജ്യമായ ദിനം. ആധികാരികമായ ചരിത്രരേഖകൾ എല്ലാം ഉദയംപേരൂർ സുന്നഹദോസിന്റെ ഘട്ടത്തിൽ തീനാവുകൾ വിഴുങ്ങിയപ്പോൾ മലങ്കര സഭയ്ക്ക് തങ്ങളുടെ പൈതൃകം തലമുറകൾക്ക് കൈമാറാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ട്. എന്നാൽ ആദിമ ക്രൈസ്തവ കലകളായ മാർഗം കളിയും ചവിട്ടുനാടകവും റംബാൻ പാട്ടുമൊക്കെ അത്തരം ഉദ്യമത്തെ ചെറിയൊരു അളവ് വരെ സഹായിച്ചിട്ടുണ്ട്. ഈ നസ്രാണി പാരമ്പര്യ കലകളെ സംരക്ഷിക്കുകയും അതുവഴി മാർത്തോമയുടെ ഖ്യാതി നിലനിർത്തുകയും ചെയ്യുക എന്നത് ഇന്നത്തെ ക്രൈസ്തവരുടെ ദൗത്യവും തികഞ്ഞ വെല്ലുവിളിയുമാണ്. അർക്കദിയാക്കോൻ, മാർത്തോമാ മെത്രാൻമാർ, മലങ്കര മെത്രാൻമാർ തുടങ്ങിയുള്ള സ്ഥാനികളിലൂടെ മാർത്തോമാ ശ്ലീഹായിലൂടെ ലഭിച്ച ശ്ലൈഹിക കൈവെപ്പ് പിന്തുടർന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനികൾക്ക് 1912-ലെ കാതോലിക്കേറ്റ് സ്ഥാപനം വഴിയായി നഷ്ടമായി പോകാമായിരുന്ന സ്വത്വം വീണ്ടെടുക്കുവാനും ആദിമ ക്രൈസ്തവ സഭകളുടെ കാലം മുതൽ നിലവിലുള്ള പൂർണ്ണമായും സ്വതന്ത്രമായ
കാതോലികവും അപ്പോസ്തോലികവുമായ വിശുദ്ധ സഭയായി തുടരാനും കഴിഞ്ഞു. അതിന് മലങ്കരയിലെ ക്രൈസ്തവർ മാർത്തോമായോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു.